അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീണ്ടും നമ്മുടെ ഡിസ്കഷൻ ടീമിൽ ആൾ കൂടിയിരിക്കുകയാണ്. ഒരു വലിയ അതെ, എല്ലാ ഡിസ്കഷനും ഇത്ര ആൾ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എപ്പോഴും ആൾക്കാരെ കിട്ടുന്നില്ല, എല്ലാ സിനിമയും കണ്ട ആൾക്കാരെ കിട്ടാൻ പാടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പ്രകമ്പനത്തിൻ്റെ ഡിസ്കഷനുമായിട്ടാണ്. സോ വിജേഷ് പാണത്തൂർ ഡയറക്റ്റ് ചെയ്ത് നമ്മുടെ സാഗർ സൂര്യ, ഗണപതി, അമീൻ ഒക്കെ അഭിനയിച്ചിരിക്കുന്ന ഒരു ഹൊറർ കോമഡി ജോണറിലുള്ള ഒരു പുതിയ സിനിമയാണ് നമ്മുടെ പ്രകമ്പനം. ഇപ്പോൾ ആ സിനിമയുടെ ഡിസ്കഷനാണ്. ഞാൻ ആക്ച്വലി FDFS കണ്ടതാണ്. ഇവരെല്ലാം പടം ഇന്നാണ് കാണുന്നത്. സോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടെ ഒരു ഡിസ്കഷൻ എന്നുള്ള ലൈൻ വന്നതാണ്. സോ പടം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഒറ്റവാക്കി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര രസകരമായിട്ട് കാണാവുന്ന ഒരു ഫൺ, നമ്മുടെ അടികപ്പിയാലെ കൂട്ടമണി, രോമാഞ്ചം എല്ലാം കൂടെ മിക്സ് ചെയ്ത പോലത്തെ ഒരു പടമാണ്. പക്ഷേ രണ്ട് സിനിമകളുടെയും ഒരു എന്താ പറയുക, സ്പിരിച്വൽ എലമെൻറ്റുകളുള്ള, സ്പിരിച്വൽ സീക്വൽ എന്നൊക്കെ പറയുന്നത്, സ്പിരിച്വൽ എലമെൻറ്റുകളുള്ള എന്നാൽ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ഒരു പടം തന്നെയാണ് പ്രകമ്പനം. രസമാണ്, കുറച്ചധികം ഫണ്ണ് വർക്കാവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല രസമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. 2 മണിക്കൂറേ ഉള്ളൂ. 2 മണിക്കൂർ കൊണ്ട് വളരെ നമ്മൾ ഒരുപാട് ഇട്ട് മടുപ്പിക്കാതെ കണ്ടു തീർക്കാൻ പറ്റുന്ന സിനിമയാണ്. ഫണ്ട് അതാണ് പടത്തിൽ കുറച്ച് പോയിന്റിൽ ഫണ്ട് വർക്കായി. 2 മണിക്കൂർ 2:10 അല്ല, എനിക്ക് പറയുകയാണെങ്കിൽ പടത്തിനകത്ത് ചില സീനുകളിൽ ഫണ്ട് വർക്കായി, പക്ഷേ ചിലകത്ത് ഇപ്പോഴും ഫണ്ട് വർക്കായിട്ടില്ല. പല സീനുകളും അത് ഫണ്ട് സ്റ്റാർട്ട് വെച്ചിട്ട് അത് അവിടെ അങ്ങ് പോയി, നമുക്ക് ആ സാധനം കിട്ടിയിട്ടില്ല പലയിടത്തും. അതാണ് എനിക്ക് ഫീൽ ചെയ്ത പടം കണ്ടോണ്ടിരുമ്പോൾ. മിക്കയിടത്തും ഉണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സിൽ കുറച്ച് പോയിന്റാണ് ഞാൻ ചിരിച്ചത്. മെയിനായിട്ട് നമ്മുടെ അസീസിന്റെ കുറച്ച് സീക്വൻസ് ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് കുറെ കൂടി വർക്കായി തോന്നി. മറ്റേ അമ്മ ഒപ്പിടാൻ പറഞ്ഞു, മറ്റേ അത്ര സീരിയസ് സിറ്റുവേഷനിൽ ആ പോകുന്ന സാധനം, അങ്ങനെ കുറച്ച് സാധനങ്ങൾ മെയിനായിട്ട് വർക്ക് ചെയ്തത്. ബാക്കിയുള്ള പോസ്റ്ററുള്ള മിക്ക സീക്വൻസിൽ നല്ല സാധനം ഉണ്ടായിരുന്നു, പക്ഷെ അത് പലയിടത്തും എനിക്ക് ചിരിക്കാൻ പറ്റിയില്ല ആക്ച്വലി. എനിക്ക് തോന്നിയത് ഈ പടത്തിനകത്ത് ആർക്കെങ്കിലും ഒക്കെ വർക്ക് ചെയ്യാനുള്ള എലമെന്റ്സ് ഒരുപാടുണ്ട്. അത് പടം എന്തായാലും ഓടും. കുറച്ചധികം എലമെന്റ്സ് ഉണ്ടല്ലോ, ഇങ്ങനെ ഹൊറർ, അവരുടെ കോളേജിലെ സ്റ്റഫ്, പിന്നെ ഒരു സ്ഥിരമുള്ള ഒരു ഓപ്പോസിറ്റ് ടീം, മറ്റേ പുള്ളി അഭിനയിച്ച നമ്മുടെ പുള്ളി, അങ്ങനെ കുറച്ചധികം എലമെന്റ്സ് ഇവർ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന പോലെ സെറ്റ് ചെയ്ത എലമെന്റ്സ് എല്ലാം അത്രയ്ക്ക് അങ്ങോട്ട് ഫണ്ണായില്ല പടം. ബട്ട് ഇങ്ങനെ കുറച്ചധികം സീൻസ് എനിക്ക് രസമുള്ള പരിപാടിയായിട്ട് തോന്നുന്നു. എനിക്ക് ഏറ്റവും നന്നായിട്ട് വർക്ക് ആയത് ഇതിന്റെ മെയിൻ സാധനമില്ലേ, അതായത് ഈ ടേണിംഗ് പോയിന്റ് ആവുന്ന ആ സീനില്ലേ, അത് കറക്റ്റായിട്ട് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ വന്ന ഈ ആക്ടേഴ്സിന്റെ ഒക്കെ കെമിസ്ട്രി എനിക്ക് അങ്ങോട്ട് അത്ര ഫണ്ണാവാത്തതുകൊണ്ട് അത് വർക്ക്, അതാണല്ലോ ഇതിന്റെ ഒരു കോർ എന്ന് പറയുന്നത്. ഈ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത ആക്ടേഴ്സിന്റെ കെമിസ്ട്രി അതങ്ങോട്ട് ഫുള്ളി എക്സ്പ്ലോർ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു പടത്തിൽ. അല്ലാതെ സിറ്റുവേഷൻസിൽ ഇഷ്ടംപോലെ ഫൺ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. മെയിൻ ടീംസിന്റെ കെമിസ്ട്രി ആണ്, അതായത് ഇപ്പൊ ഈ പറയുന്ന പോലെ ഗണപതി, സാഗർ സൂര്യ, അവര് 3 പേരും 3 ടൈപ്പ് കോമഡികൾ ചെയ്യുന്ന ആക്ടേഴ്സ് ആണ്. ഇപ്പൊ ഈ സാഗർ സൂര്യ എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പ് പുള്ളി ആക്ച്വലി മറ്റേ സീരിയലില് കോമഡിയിലാണ് വന്നത്. അത് കഴിഞ്ഞ പുള്ളി സിനിമയിൽ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ചെയ്തതെല്ലാം ഭയങ്കര ഡാർക്ക്. അല്ല, അതല്ല, ഈ പടത്തിന്റെ പിച്ചില്ലേ ഒരു മീറ്റർ, ആ മീറ്ററിലുള്ള കോമഡി പുള്ളി ചെയ്തിട്ടുണ്ട്. അതാണ് പുള്ളിയുടെ സീരിയലിന്റെ പരിപാടി. ഞാനത് കണ്ടില്ല, പുള്ളിയുടെ സിനിമ വേർഷൻസ് ഞാൻ കണ്ടിട്ടുള്ളൂ. സിനിമയിൽ പുള്ളി കംപ്ലീറ്റ് നേരെ ഓപ്പോസിറ്റ്. ഗണപതി ത്രൂ ഔട്ട് സീരിയസ് ആണ്. ഗണപതിക്ക് ഒരു കോമഡി ലൈൻ ഇല്ല പടത്തില്. അമീൻ ആണ് കോമഡി ചെയ്തിട്ടുള്ള ആള്, പക്ഷെ അമീനെ ഇതിനകത്ത് കുറച്ച് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ. അപ്പം അത് ആ ഒരു അതെ, എനിക്ക് തോന്നുന്നു അവര് 3 കുറച്ചുകൂടെ ഫൺ കെമിസ്ട്രി അങ്ങോട്ട്. ഇപ്പൊ ഈ അടികപ്പിയാരുടെ എക്സാമ്പിൾ പറഞ്ഞാലും അതിനകത്ത് 3 ആക്ടേഴ്സ് കുറച്ചുകൂടെ കെമിസ്ട്രി ഉണ്ടായിരുന്നു അതിനകത്ത്. അതാണ് മെയിൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. വേണ്ടി ഒരു ഓക്കെ പടമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അടികപ്പിയാരെ കൂട്ടമണിയില് മറ്റേ ഹൊറർ ലാസ്റ്റിലായിരുന്നു. ഇതിനകത്തൊരു ഈ ഹൊറർ എലമെന്റ് എന്നുള്ള ഹൊറർ ആയിട്ടല്ല അവരെ പ്രസന്റ് ചെയ്യുന്നത്, ഒരു സൂപ്പർ നാച്ചുറൽ കോമഡി എന്നുള്ള ലൈനാണ് കറക്റ്റ് പറയുന്നത്. കാരണം ഹൊറർ എന്നുള്ള ലൈൻ നമുക്ക് ഇങ്ങനെ പേടിപ്പിക്കുന്ന ലൈൻ സംഭവമൊന്നുമില്ലല്ലോ. ഇവർ ഉദ്ദേശിക്കുന്ന സൂപ്പർ നാച്ചുറൽ. അവര് തന്നെ പടത്തിൽ പറയുന്നുണ്ടല്ലോ, ഇത് പേടിക്കേണ്ട കാര്യമല്ല, ചുമ്മാ അതേ മറ്റേ ക്യാരക്ടർ അതെനിക്ക് പറയാനുള്ളത്. ഈ പടത്തിനകത്ത് പലയിടത്തും ഒരുപാട് റെഫറൻസ് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി മറ്റേ ആദ്യം മറ്റേ ചായ അടിക്കാൻ മറ്റേ ഹോട്ടൽ കോളേജ് ക്യാൻറ്റീനിൽ മറ്റേ പുള്ളിക്കാരനല്ലോ, ആ പുള്ളിക്കാരനെ മറ്റേ നോർത്ത് ഇന്ത്യയിലെ മറ്റേ പുള്ളിക്കാരന്റെ ലുക്ക്. അതുപോലെ തന്നെ മറ്റേ സ്റ്റാൻസിലോസ്കി മറ്റേ ആ സാധനം മറ്റേ ഉദയനാണ് നേരത്തെ മെയിനായിട്ട് പറയുന്നുണ്ടല്ലോ പേര് റഷ്യ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അറിയാവുന്ന ആ പേര് മാത്രമേ ഉള്ളൂ. അതിന് അത് ഫണ്ണായിട്ട് അവരെ കാണിച്ചു ആ സാധനത്തിന്. അതല്ല ഇപ്പൊ പബ്ലിക്കിന്റെ അപ്പൊ ഇവരെയും റഷ്യൻ എന്ന് പറയുമ്പോൾ ആദ്യം എടുത്തിരുന്ന പേര് അത് തന്നെയാണ്. കാരണം അതൊരു റെഫറൻസ് പോലെ ആയിരിക്കും വെച്ചേക്കുന്നത്. ആദ്യം കൊണ്ട് കൊടുക്കുന്നത് വോഡ്ക. അമീൻ അതായത് കുടിച്ചിട്ട് പച്ച വെള്ളം അല്ലടാ എന്ന് പറയുന്ന സാധനമാണ്.
പിന്നെ ഈ റഷ്യൻസും വോഡ്ക ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. അതായത് യൂഷ്വലി ഇപ്പൊ നമ്മള് ഈ പ്രേതത്തെ ഒഴിപ്പിക്കാൻ വരുന്ന ആൾക്കാരെ മേപ്പാടം നമ്പൂരി, പ്രീസ്റ്റ്, അങ്ങനെ പല പല ക്യാരക്ടേഴ്സും കണ്ടിട്ടുണ്ടല്ലേ നമ്മള് പല പല ഇപ്പൊ ഇവരെന്ത് ചെയ്ത് നമുക്ക് അതേ സാധനം തന്നെ നമുക്ക് പുതിയൊരാൾ വേണം, പുതിയൊരു സംഭവം സെറ്റ് ചെയ്യണം, ഒരു വേറൊരു പേര് റഷ്യൻ എന്ന് പറഞ്ഞ ഒരാളെന്നുള്ളതിൽ. പിന്നെ അതേപോലെ നമ്മൾ ഈ കൊഞ്ചലിനെ കണ്ട പോലെ മറ്റേ അവരുടെ ഒരു അലമാരിക്കകത്ത് നിറച്ച് പ്രേതങ്ങൾ അടക്കി വെച്ചിട്ട് ലാസ്റ്റ് നേരെ പുറത്തോട്ട് വരണം, അങ്ങനത്തെ പരിപാടികളൊക്കെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സ്പോയിലറിലേക്ക് പോകണമല്ലോ, അത് കഴിഞ്ഞ അത് കുഴപ്പമില്ല, അത് നമുക്ക് ഈ പടം ആൾക്കാരെ കണ്ടല്ലോ, ഈ സ്പോയിലർ ആവശ്യമില്ല, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടല്ലോ. കുഴപ്പമില്ല. ഇനി നമ്മുടെ ഡിസ്കഷനിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ അതുകൊണ്ട് സിനിമ കണ്ടിട്ട് വന്ന് നിങ്ങൾ ബാക്കി വീഡിയോ കാണുക. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ ഈ അലമാരിക്കകത്ത് നിങ്ങൾ വെച്ചിട്ടുണ്ടോ, ഇവരെ അവസാനം ഉപയോഗിക്കുമല്ലേ ഈ പാവയും ഇതുപോലെ പറഞ്ഞ മറ്റ് ആത്മാക്കളുടെ ഓരോ എലമെന്റ്സ്. അതുവരെ അവസാനം ഞാൻ ആദ്യം വിചാരിച്ചത് ഉപയോഗിക്കത്തില്ല വിചാരിച്ചു, പക്ഷെ അവസാനം ഈ ക്യാരക്ടേഴ്സിനെ ഒരു ഉപയോഗിച്ച്, പക്ഷെ അതും പ്രോപ്പറായിട്ട് ചെയ്തില്ല. അത് ഭയങ്കര സ്പീഡിൽ ഭയങ്കര പെട്ടെന്ന് ഇവരെ എല്ലാം ഓടിച്ചോടിച്ച് വിടുന്ന പോലെ തോന്നിയത്. അതിന് കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ എലമെന്റ് കുറെ ഉണ്ട് സാധനം. മറ്റേ ഈ പറഞ്ഞ അത് CGI ചെയ്തേക്കുന്നതിന് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ്. ഇപ്പൊ നമ്മൾ ചിന്തിക്കത്തില്ല ഇങ്ങനെ. എനിക്ക് പേഴ്സണലി ആ പടം ഫസ്റ്റ് ടൈം കണ്ടപ്പം ആ ഏരി വന്നപ്പോഴത്തേക്ക് എനിക്കിങ്ങനെ കുറച്ച് അത്ര തന്നെ പടത്തിൽ ഇത്രയും സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഇല്ലല്ലോ. അതായത് ഈ മീറ്ററല്ല പടം പോകുന്നത്, പടത്തിന്റെ മീറ്ററിലേക്ക് അത് വന്നപ്പോൾ എനിക്ക് ആദ്യം ഇങ്ങനെ ഒരു ഇത്. പക്ഷെ അവിടെ യുവമാരുടെ കുറച്ച് ക്ലങ്കി ആയതുകൊണ്ട്, അതായത് അതിന്റെ ഇടയ്ക്ക് കട്ട് ചെയ്ത് മറ്റേ ജീപ്പിൽ പോകുന്ന എവിടെ നിൽക്കുന്നില്ല, ഇങ്ങനെ ഓടിച്ചോടിച്ച് വിടുന്നു. അത് കൊണ്ടുപോയിട്ട് അതിന്റെ എക്സ്റ്റൻഷൻ ഇല്ല, ഒരു പോയിന്റ് ടപ്പേ നിന്ന് പോവാ. എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ആവശ്യമില്ല. ആ ഐഡിയ അവർ കൊണ്ടുവന്ന ആ സാധനം ഉണ്ട്, അത് ഭയങ്കര വർക്കായിരിക്കും. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ത്രൂഔട്ട് പടത്തി ആ ഒരു ഫീൽ ആണ്. അതായത് ഐഡിയ ഞങ്ങളുടെ ഈ ഐഡിയ ഉണ്ട്, ബട്ട് ഇത് വെച്ച് നമ്മൾ ഒരുപാടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു ലൈൻ ഓഫ് ഭയങ്കര ലൈറ്റ് ആയിപ്പോയി പടം. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നമുക്ക് മനസ്സിലാവും. ആ ഒരു തുമ്മൽ ഫസ്റ്റ് സീനിൽ അത് എനിക്ക് ഇത് നന്നായിട്ട് വർക്കായിട്ടുണ്ടല്ലോ ആ ഒരു സീനെന്ന് വന്നിട്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലാണ് കുറച്ച് ചിരിക്കാനുള്ള പോയിന്റ്സ്. സെക്കൻഡ് ഹാഫ് ആണെങ്കിൽ കുറച്ചത് കുറച്ച് ഡ്രൈ ആയി പോയി. പിന്നെ സെക്കൻഡ് ഹാഫിന്റെ കഥ നടക്കുന്നത് ഇങ്ങനെ ഒരു ടൈം ലിമിറ്റ് ആദ്യം വെച്ച്, അതായത് 12 മണിയല്ലേ, ഇത്ര അടുത്ത ദിവസം രാത്രി 12 മണിക്കുള്ളിൽ ഈ പരിപാടി ഞാൻ ഒളിപ്പിച്ചു 24 മണിക്കൂറിൽ തീർത്തരാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് ആ ടൈമിനകത്തുള്ള. അപ്പൊ അവർക്ക് ഇതിനെ കുറച്ച് സ്പീഡിൽ, അതായത് സെക്കൻഡ് ഹാഫ് നമ്മൾ സ്പീഡിൽ സെറ്റ് ചെയ്യണമല്ലോ. നമ്മൾ പിന്നെ ലാഗ് ആ പാടില്ല. അത് നമ്മളിപ്പോ എഴുത്തിലൊക്കെ ഞങ്ങളെല്ലാം ഉൾപ്പെടെ ചിന്തിക്കാനുള്ള സാധനം. അതായത് നമുക്ക് ഈ കഥയെ ഒരു സമയത്തുള്ളിൽ പറഞ്ഞു വെക്കണം. നമുക്ക് സമയം അറിയത്തില്ലെങ്കിൽ ചിലപ്പോൾ ഇത് കുറച്ച് നീണ്ടുപോയാലുള്ള പേരുകൊണ്ട് നമുക്ക് ഓൾറെഡി ഒരു ഐഡിയ കൊടുക്കാം. ഇത് ഇത്ര മണിക്കൂറിൽ തീരാൻ പോകുന്ന കഥയാണ്. നാളെ 12 മണിക്കുള്ളിൽ പടം തീരുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊക്കെ അറിയാം, കണ്ടോണ്ടിരിക്കുന്നവർക്ക് അറിയാം. അപ്പം നമ്മളത് അതിനകത്ത് എന്തൊക്കെ പരിപാടികൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിനെ ഇങ്ങനെ കുറച്ച് പരിപാടികളാക്കി ഇങ്ങനെ. പക്ഷെ അത് അവിടെയൊക്കെ ആ ധൃതി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അതായത് ഇവര് മറ്റേ പയ്യ വണ്ടി വന്ന് ഇറങ്ങുന്നു, അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ആ സാധനമൊക്കെയാ. അത് കണ്ണൂർ വന്നിട്ടുള്ള പോർഷൻസ് അത് കുറച്ച് സ്ലോ ആണ്. അതായത് അവരവിടെ പോയിട്ട് അടുത്ത നെക്സ്റ്റ് ഡേ വന്നേ ദിവസം രാത്രിയിലാണ് പടം അവസാനിക്കുന്നത്. അങ്ങനെയാണ് ഇന്ന് തന്നെ പുറപ്പെടാന്ന് പറയുന്നുണ്ട്. ഇവര് ട്രിവാൻഡ്രം ലൈനല്ല, മറ്റേ കൊച്ചിയാണ്. സ്ലോ എന്നല്ല, ഇപ്പൊ തന്നെ നാളെ 12 മണിക്കുള്ളിൽ ഇവന്റെ ദേഹത്ത് ഇതാന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന സീൻ കുറച്ച് താളം തല്ലിയാണ് അത് നടക്കുന്നത്. നമുക്ക് ആ ഒരു റഷ് ഫീൽ ചെയ്യിക്കണം. പടമല്ല, അവരുടെ കൂടെ ആക്ഷൻസിൽ ഒരു റഷ് ഫീൽ ചെയ്തില്ല. അതേ ഉള്ളൂ. ഇവരിങ്ങനെ മരത്തെ കെട്ടിയിട്ട് ഇങ്ങനെ ആലോചിക്കുന്നു. അങ്ങനെ ഒരു ഇതില്ല, ഒരു ലെയ്ഡ് ബാക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു പടത്തിൽ അവർ സെറ്റ് ചെയ്യുന്ന അങ്ങനല്ല. എനിക്ക് അതൊന്നും മനസ്സിലായില്ല, എന്തിനാ ഈ അടി നടക്കുന്നതെന്ന്. അതൊക്കെ കുറച്ച് അടി നടക്കുന്ന സംഭവം ഇവന്മാര് മറ്റേ എവിടെ അടിച്ചില്ലേ സദാചാരത്തിന്റെ പേരിൽ അടിച്ച പയ്യനും ആൾക്കാര്. ഇവരെ ആരെയും അതായത് അടിച്ച ആ പയ്യന്മാരെ സ്ഥിര യുവന്മാര് ആദ്യം പോലെ തൊട്ടപ്പല്ല അപ്പുറത്തെ ഇത് മനസ്സിലായി. പക്ഷെ അതേ മറ്റേ റെഡ് കളറിലല്ലേ കാണിക്കുന്നത്. ആ പയ്യൻ അവിടെ ഉണ്ട്. അപ്പം ഇവന്മാര് മറ്റേ ഈ സദാചാരത്തിന്റെ ആ സീനിൽ വരുമ്പോഴത്തേക്ക് ഇവനെന്താ ഇവിടെ മറ്റേ ഗണപതി ആദ്യം ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവിടെ വെച്ച് ഇവനെ തല്ലുക, സാഹസ്വനെ തല്ലുന്നു. അതിന്റെ അവനാണ് ഇവനെ കാണുന്നത്. രണ്ടാമത് മറ്റേ ഇവര് വന്നിട്ട് മതിൽ ചാടിയിട്ട് ഇവരെ സാധനം തപ്പുന്ന കൂട്ടത്തിൽ മറ്റേ കണ്ടിട്ട് അവന്മാര് എന്ന് പറഞ്ഞിട്ട് അവനാണ് ഇവന്മാരോട് പറയുന്നത്, അവനാണ് ആൾക്കാരെ കൊണ്ട് വരുന്നത്. പക്ഷെ അതൊക്കെ ഇല്ലേ, പക്ഷെ ഫൈറ്റിൽ അവനുണ്ടോ? ഫൈനകത്ത് വന്ന് 1-2 ഇടി കൊണ്ട് 40 വയസ്സൊക്കെ ഉള്ളവരൊന്നും അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇവിടെ ജൂനിയേഴ്സാ.
ഇവരുടെ ഹോസ്റ്റലുള്ള ടീം ഉണ്ടല്ലോ അവന്മാർ അടിക്കാൻ പറ്റുന്നുണ്ടല്ലോ, പക്ഷെ അവന്മാർ വരുന്നതേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഇവന്മാർ മാറി മൂലം കണ്ടുവരുന്നിട്ട് നമ്മൾ ഇതിലുണ്ട് നമുക്ക് പോകാൻ പറഞ്ഞ് പോകും. പക്ഷെ അവന്മാരെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് കുറെ കൂടി ബെറ്റർ ഫൺ ഉണ്ടാക്കാറുണ്ട് അവിടെ. അവന്മാർ വന്ന് അടികൊണ്ടിട്ട് പോയതായിരിക്കും ഈ വന്ന ടീമിനകത്ത് അവന്മാരുണ്ടാവാം. ഒന്നെങ്കിൽ ഇവന്മാരെ എഡിറ്റിംഗിൽ പ്രശ്നമായിരിക്കും എന്താ, പക്ഷെ അത് നമുക്ക് കൺവേ ആകത്തില്ല. അത് ത്രൂ ഔട്ട് ഉണ്ട്. അല്ലെ ഇവരുടെ ആ എലമെന്റ് ഞാൻ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വെച്ചാൽ ഇവര് മുഖത്ത് ഇത് തേച്ചിട്ടിരിക്കുമല്ലോ ആ സാധനമേ, ആളെ മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് ഇവന്മാർ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചു. അത് പക്ഷേ കുറച്ച് മിസ്സായി. അങ്ങനെ കുറച്ച് ഫണ്ണാക്കാം ഞാൻ വിചാരിച്ചു. ആ സാധനം നല്ല സാധനമായിരുന്നു. അതായത് ഇവര് ഇത് തേച്ചോണ്ടിരിക്കുകയാണ്, പക്ഷെ അതുകൊണ്ട് തന്നെ ഫേസ് വാഷ് ചെയ്തു. അപ്പൊ അത് നടന്ന സമയത്ത് അവരെ രണ്ടുപേരും കിട്ടിയില്ല. അവരെ രണ്ട് സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ട് അവർ സീക്രട്ട് എടുത്ത് പറഞ്ഞു കിട്ടുമ്പോ അത് നമ്മള് അത് ഷൂട്ടിംഗ് നടന്ന സംഭവം. ഒരുപാട് എഡിറ്റ് കാണുമ്പോൾ നമുക്കിത് എവിടെ ഒരു മിസ് ഫീൽ ചെയ്യും. അടിയുടെ മൂഡ് കുറച്ച് സീരിയസ് ആയി. ഇവര് കുറച്ച് ഇമോഷണലാ. മറ്റേ അങ്ങനെ കുറച്ച് സാധനം എടുത്തു വെക്കുന്നുണ്ട് ഇവര്. ഈ റെസ്പോൺസ്, ഇവരുടെ റെസ്പോൺസ് ഷോട്ടില്ലേ അതിനകത്തൊക്കെ ഭയങ്കര സീരിയസ് ഷോട്ടാ. ഇവരുടെ സാധനം കുറച്ച് കോമഡി സാധനം. അപ്പൊ അത് എവിടെ കൊണ്ട് ഇത് പ്ലേസ് ചെയ്യാന്നുള്ള സാധനം ഉണ്ടല്ലോ. അല്ല ഒരു ചെറിയ സാധനം എടുത്തുണ്ടല്ലോ പെണ്ണിനോട് പറയത്തില്ലേ ആ സ്ക്രിപ്റ്റ് തന്നെ മനസ്സിലായി ആ സാധനല്ലേ അവളിങ്ങനെ അടിക്കുമ്പോ. അതാ പറഞ്ഞ മാസ്കറ്റിന് മനസ്സിലായില്ല. അപ്പൊ അത് വെച്ച് ആക്ച്വലി പുള്ളിയുടെ എല്ലാ സീക്വൻസിലും പുള്ളിക്കാരൻ എന്തെങ്കിലും കൈ ചെയ്യുന്നുണ്ട്. പുള്ളിക്ക് ചുറ്റുമുള്ളവർക്കൊന്നും ഇല്ല അതില്ല, പക്ഷെ പുള്ളി കഴിഞ്ഞിട്ട് കുറച്ച് ആ സീക്വൻസ് പണ്ട് മുതലേ ഈ സുബിൻ ടാർസൺ ഇവ സ്കിറ്റ് ചെയ്ത ഒരു മറ്റേ യൂട്യൂബിൽ മറ്റേ ചെയ്യുന്ന സമയം മുതൽ പുള്ളിയുടെ പരിപാടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി ഭയങ്കര രസമാണ്. അപ്പൊ ഞാനെപ്പോഴും കാലം വരുന്നു ഇയാൾ ഭയങ്കര രസമായിട്ട് കയറി. പക്ഷെ പുള്ളി ഒരുപാട് നാളായി ഇപ്പോഴും പുള്ളി ഇങ്ങനെ ഇപ്പൊ ഇത് വന്നു പോയില്ല. ഇപ്പൊ ഇനി കുറച്ച് വേറെ പടം അങ്ങനെ ഇതിനു മുമ്പ് പുള്ളി വേറെ പടത്തിലേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിലും ഇവരെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി രജിസ്റ്റർ ആവാത്ത പരിപാടി അങ്ങനെ, അതായത് ഒരു മെയിൻ ക്യാരക്ടറായിട്ട് അങ്ങനെ വന്നിട്ടില്ല. എല്ലാത്തിനകത്തും ഇങ്ങനെ വന്നു പോകും. ഇയാളെ അറിയാം, പുള്ളിയെ നമുക്ക് അറിയാം, പുള്ളിയെ നമുക്ക് മനസ്സിലാവും, പുള്ളിയുടെ പരിപാടികൾ കുറച്ച് ആസ്വദിക്കും. പക്ഷെ സ്റ്റിൽ പിന്നെ വീണ്ടും പുള്ളി കുറച്ച് ഈ പടത്തിന്റെ സബ്ജക്റ്റിനകത്ത് ആക്ച്വലി നമ്മുടെ മെയിൻ റോൾ ചെയ്ത് സാഗറിന് ആക്ച്വലി ഷൈൻ ചെയ്യാവുന്ന റോളാണ്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് ഇങ്ങനെ ടോക്ഡ് അബൌട്ട് ഒരു അത്രയും ആക്ടിങ് ഇത് സാഗർ ചെയ്തിട്ടുണ്ടല്ലോ. ട്രാൻസിഷൻ ഉണ്ടല്ലോ റോള് പാടാ. ഞാൻ പറഞ്ഞ ഔട്ടില് നമുക്കിങ്ങനെ, കാരണം ഈ ടൈപ്പ് പടത്തി ഇതാണ് സംഭവം. ഈ സ്വിച്ചും പരിപാടിയൊക്കെയാണ് അതിന്റെ രസം എന്ന് പറയുന്നത്. അപ്പം ആ സ്വിച്ച് ഇടയ്ക്ക് എന്താ ഗിരിയേട്ടർ എന്താ ആസാര പരിപാടി അല്ല ആക്ച്വലി ആ അമ്മച്ചിയെ കാസ്റ്റ് ചെയ്ത് കുറച്ച് ആനിമേറ്റഡ് ആണല്ലോ പുള്ളിക്കാരത്തിന്റെ ആക്ടിങ്. അത് കുറച്ചുകൂടി യൂസ് ചെയ്യാറുണ്ട്. അതുവരെ സുകുമാരനെ പ്ലേസ് ചെയ്യുന്ന തന്നെ ആ വല എന്ന് പറഞ്ഞ പടത്തിലുണ്ടല്ലോ. അതായത് പുള്ളിക്കാരുടെ സൗണ്ട് വല സിനിമ കണ്ടില്ല ചേട്ടൻ? അതിനകത്ത് സോറി ഗഗനചാരി പേര് വല അടുത്ത പടം ഗഗനചാരിയിൽ ആക്ച്വലി നമ്മുടെ സ്പോയിലർ അലേർട്ട് ഗഗനചാരിയിലെ മറ്റേ നമ്മുടെ അനാർക്കലി മരക്കാറിന്റെ ഓഡിയോ എന്ന് പറയുന്നത് മല്ലിക സുകുമാരന്റെ ഓഡിയോ. അപ്പൊ ആ സിനിമയിൽ ഇവിടെ സംസാരിക്കുന്ന ഒരു പോയിന്റില്ല. അത്ര നേരം ഇവർക്ക് ഡയലോഗ് ഇല്ല, ഭയങ്കര സൈലന്റാണ്, മ്യൂട്ടാണ്. ഇപ്പൊ ഇവര് ഊമയാണെന്നൊക്കെ എനിക്ക് വിചാരിക്കുന്നത്. ഒരു പോയിന്റിൽ പുള്ളിക്കാർ സംസാരിക്കുമ്പോഴാണ് മല്ലിക സുകുമാരന്റെ വോയിസ്. അത് ഭയങ്കര രസമാണ്. അന്ന് തിയേറ്ററിൽ പടം കണ്ടപ്പോൾ അന്ന് ആ സിനിമയുടെ എല്ലാവരുടെയും ഒരു പോയിന്റിൽ ഭയങ്കരമായിട്ട് നമുക്ക് ആ സിനിമയിലെ വർക്കാവുന്ന ഒരു പോയിന്റാണ് ഇവിടെ സംസാരിക്കുമ്പോൾ മല്ലിക സുകുമാരന്റെ വോയിസാണ്. അതായത് ഒരു എയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഏലിയൻ ക്യാരക്ടറാണ്. അപ്പൊ ആ ഏലിയന്റെ സൗണ്ടിന് പുള്ളിക്കാരത്തി ആക്ച്വലി ഒരു ആനിമേറ്റഡ് ആക്ടറാണ്. ഒരുപാട് എക്സ്പ്രഷനും പരിപാടികളൊക്കെ. അപ്പം സാഗർ സൂര്യ ഇങ്ങനെ സ്വിച്ച് ആകുമ്പം അത് കുറച്ചുകൂടെ അത് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ മറ്റേ ആ ഒരു ഇതില്ലേ ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഇങ്ങനെ അത് ഭയങ്കര ഒതുക്കി പോയത് പോലെ തോന്നി. ആ ഓപ്പർച്യൂണിറ്റി കുറച്ച് ഒതുങ്ങിയത് പോലെ ഫീൽ ചെയ്തു. ഇവന്റെ സാഗർ സൂര്യ അതല്ലാതെ അവൻ ഭയങ്കര വെള്ളോ, അവനിങ്ങനെ ഭയങ്കര തെറിച്ച് കിടക്കുന്ന അവനല്ലാത്ത സമയത്ത് അവനിങ്ങനെ ഭയങ്കര ഇങ്ങനെ ഒരു അലസനായിട്ടുള്ള ഒരാളെ പോലെ അങ്ങനെ ഭയങ്കര ഇരിക്കുന്നു. ഈ അമ്മൂമ്മ കയറുമ്പോൾ ഇവനിങ്ങനെ കുറച്ച് സീരിയസ് ആവും, ഇങ്ങനെ അങ്ങനെ കുറച്ച് നോർമലാവും. ഈ പറഞ്ഞ ബഹളം ഇല്ലാത്ത ഒരാളായി മാറുന്ന പോലെ. ഇല്ലേ ഒരു തിരിച്ചു വെക്കണമായിരുന്നു. ഇപ്പൊ ചേട്ടൻ പറഞ്ഞാൽ ഈ അമ്മൂമ്മയുടെ ബഹളം അമ്മൂമ്മയ്ക്ക് ഇങ്ങനെ ഒരു, പക്ഷെ അമ്മൂമ്മയും അത് നമുക്ക് അത്രയും മറ്റേ എലമെന്റ് രസം ഉണ്ടായിരുന്നു. അതായത് ഇവര് കമ്മ്യൂണിസ്റ്റുകാരാണ്, പക്ഷെ അമ്മൂമ്മ ഭയങ്കര മറ്റേ ഇതിന്റെ ആ സാധനമില്ലേ ആ സംഭവം. അപ്പൊ ആ സ്പീച്ച് കുറച്ച് രസം ഉണ്ടായിരുന്നു. കോളേജിൽ കയറിയുള്ള പരിപാടി ഗണപതി രസമുണ്ടല്ലേ? ഗണപതി ഉള്ള സാധനം അത്യാവശ്യം വൃത്തി ചെയ്തിട്ടുണ്ട്. സീരിയസ് ആയി പോയി. ചെറിയ കുറച്ച് കോമഡി എലമെന്റ്സ് ഒക്കെ അല്ലേ വെള്ളമടിക്കുമ്പോൾ കുറച്ച് സീൻസ്. കോമഡി എന്ന് പറഞ്ഞാൽ എല്ലാം മറ്റേ സിറ്റുവേഷനിൽ ഉണ്ടാക്കുന്ന സംഭവമാണ്. ഇവർ ആ ഒരു കോമഡിക്കുള്ള എലമെന്റ് ഇട്ട് വെച്ചിരിക്കുക. അപ്പൊ അതിനകത്ത് നമുക്ക് എത്രത്തോളം സാധനങ്ങൾ വരുന്നു, അത് നിങ്ങൾക്ക് എത്രത്തോളം വർക്കാവുന്നു അത് എടുക്കുക. ബാക്കി പടത്തിന്റെ ഇതിനൊരു
ഈ പടത്തിന് ഇങ്ങനെ സീരിയസ്നെസ് വരണമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എന്നാലും ഇവരതിനെ ഈ സാധനം കുറച്ച് ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ ഈ ക്യാരക്ടറിന്. അതായത് ഇതിനകത്ത് ഈ അമ്മൂമ്മയോടുള്ള ഒരു ഇമോഷണൽ എലമെന്റ് ഇവർ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് വിഷയമില്ല. അമ്മൂമ്മയുടെ പ്രേതം വന്നത് ഒഴിച്ചു പോകണം എന്നുള്ള ലൈനാണ്. അല്ലാതെ മറ്റവനെ സംബന്ധിച്ചോളം അവനും ഇത് അമ്മൂമ്മയെ കൂടെ കൊണ്ടുനടക്കണമെന്നില്ലെങ്കിലും അവനാണിത് ഇതിനകത്ത് കിടന്ന് ശ്വാസം വിടുന്ന പോലത്തിലാണ്. അതുകൊണ്ടാണ് അവനിങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാത്ത ഒരു ലൈനാണ് നിൽക്കുന്നത്. റൈറ്റിംഗ് ആരാ ഇതിന്റെ? ശ്രീഹരി ഡയറക്ഷനുമാണ്. എനിക്കൊന്ന് സ്റ്റോറി രസമുള്ള പരിപാടിയാണ്. റൈറ്റിംഗ് കുറച്ചുകൂടെ സ്ക്രിപ്റ്റും പിന്നെ ഡയറക്ഷനും ഇതുപോലെ കുറച്ച് എനർജിയുടെ ചില സീനൊക്കെ കുറച്ച് ഇങ്ങനെ അതിന് വരെ കുറച്ചുകൂടെ ബഹളം ഉണ്ടായിരുന്നെങ്കിൽ. മറ്റേ വാർഡനായിട്ട് അഭിനയിച്ച പുള്ളി രസം ഉണ്ടായിരുന്നു. പുള്ളിയുടെ പുള്ളി കുറച്ചേ ഉള്ളൂ, എന്നാലും അത് രസമുള്ള പരിപാടി അത്രേ ഉള്ളൂ. പിന്നെ കലാഭവൻ നവാസിന്റെ അവസാനത്തെ സിനിമയാണ് ഡബിങ്ങിന്റെ. അതെ പുള്ളി. അപ്പൊ അതുകൊണ്ട് പുള്ളിക്ക് ഡബ് ചെയ്തിരിക്കുന്നത് വേറെ ആരാണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിയുടെ റോൾ ഇനി ഉണ്ടായിരുന്നു, പക്ഷെ അത് കട്ടായി പോയി. അത് പിന്നെ അവര് നീറ്റ്ലി അത് മാനേജ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല അങ്ങനെയാണോ കാണുമ്പോൾ അത് തോന്നും. കാരണം ഇത് ഇടയ്ക്കൊന്ന് പുള്ളി പറഞ്ഞില്ല ചേട്ടന് വേറൊരു ഫംഗ്ഷൻ ഉണ്ടായിപ്പോ ഇല്ലായിരുന്നു ചേട്ടൻ വന്നേനൊക്കെ അങ്ങനെ ഒരു സംഭവം ഇടയ്ക്ക് പറയാം. അത് ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എടുത്തതോ അങ്ങനെ. കാരണം അത് ഈ ഷൂട്ടിങ്ങിനെ ബാധിക്കുമല്ലോ. നമ്മുടെ ഷൂട്ടിങ്ങിന് ഇടയ്ക്ക് ഒരാൾ മിസ്സാകുമ്പോഴത്തേക്ക് അത് ഷൂട്ടിങ്ങിനെ ബാധിക്കും. അതിന്റെ ഒരു എനർജി അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനെ ബാധിക്കും. അപ്പം ആ സീക്വൻസ് ഒക്കെ കുറച്ച് ചിലപ്പം ഉണ്ടാവുക എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഒരു ഏരിയയിൽ. അത് പിന്നെ അച്ഛനായിട്ട് അഭിനയിച്ച പുള്ളിയോടാ നമ്മുടെ മറ്റേ ഇതിലോ ജഡ്ജി അല്ലേ, എന്നാത്താം കേസ് കൂട് അതിന്റെ മജിസ്ട്രേറ്റ് ആയിട്ട് വന്ന പുള്ളിക്ക് കാര്യമായിട്ട് ചെയ്യാനൊന്നും ഇല്ലല്ലേ. അതെ പുള്ളി മറ്റേ അതെ അത് ഇപ്പൊ പടം സെറ്റ് ചെയ്യുന്ന കണ്ണൂരാ. ഇവരൊക്കെ കണ്ണൂർ. ഭാഷയൊക്കെ വളരെ എളുപ്പമായതുകൊണ്ട് അത് കുറച്ചധികം ഗണപതി ഇങ്ങനെ ഹോസ്റ്റലിൽ വന്ന് സംസാരിക്കും മാത്രമേ ഉള്ളൂ. ഭാഷ കുറച്ച് ഇടയ്ക്ക് മിസ്സാവും. പക്ഷെ അവിടെ കണ്ണൂർ പോകുമ്പോഴത്തേക്കും കറക്റ്റ് ആവും. പുള്ളിയുടെ പക്ഷേ ഫസ്റ്റ് പടത്തിലെ ഫ്ലോ ഈ ബാക്കിയുള്ള പടങ്ങളിൽ വരുന്നില്ലെന്ന് തോന്നുന്നില്ല. എന്നത്തെ കേസുകളിൽ പുള്ളിയുടെ ഒരു അഭിനയം അത് എനിക്കൊന്ന് കറക്റ്റ് പുള്ളിക്കുള്ള ഇവരെ എല്ലാരും ആരും ഉപയോഗിക്കുന്ന സംഭവം ഉണ്ടല്ലോ. അതെ അതെ അതെ. ഇതിനകത്ത് പുള്ളിയെ കാസ്റ്റ് ചെയ്യാനും മാത്രം ഉള്ള കൺവീനിയൻസ് ആയിരിക്കും. അതായത് കണ്ണൂർ ഭാഷ അറിയാവുന്ന ഒരാളാണെങ്കിൽ ആ റോളിന് ഒരാളെ പിന്നെ കൊണ്ടുവന്ന് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. അത് നമ്മുടെ കൊച്ചിയിലുള്ള മറ്റേ മനയല്ലേ എന്താ നമ്മുടെ അപ്പുമന അവിടെയാണ് അത് കണ്ണൂരായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഞങ്ങളവിടെ ഒരു ചെറിയ സാധനം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പുവിനെ കണ്ടാൽ നമുക്കറിയാം. അതെ അപ്പുവിനെ ഇവിടെ കണ്ടാലും കണ്ടുപിടിക്കുന്നത്. അതുപോലെ മറ്റേ ഹോസ്റ്റലും എനിക്ക് കണ്ടപ്പോൾ വേറൊരു പരിപാടിക്കകത്ത് കണ്ടതുകൊണ്ട് ആ ഒരു എൻട്രി പോയിന്റ് ഒക്കെ അല്ലേ ബൈക്ക് കൊണ്ട് നിർത്തിയിട്ട് അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഹോസ്റ്റലാ. ഹോസ്റ്റലിന്റെ പേര് എനിക്കറിയത്തില്ല. വേറൊരു പടത്തിലും മഹാരാജാസിന്റെ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല. കാര്യം അവര് താങ്ക്സ് വെച്ച കൂട്ടത്തില് ഇതൊക്കെ വേറെ എഴുതി കാണിച്ചിട്ടുണ്ട്. ഞാൻ അന്ന് ശ്രദ്ധിച്ചായിരുന്നു. അതായത് എൻട്രി ഇല്ലേ, എൻട്രി കുറച്ച് ഇടുക്കത്തിന്ന് ഒരു മതില് അവിടെ ഒരു 4-5 ബൈക്ക് വെക്കാം, എന്നിട്ട് അവിടെ നിന്ന് ഒരു എൻട്രി പോയിന്റ് ഒക്കെ വരുന്നത്. അപ്പം മെയിൻ ലൊക്കേഷൻ ഹോസ്റ്റലല്ലേ ഫസ്റ്റ് ഹാഫ് മൊത്തം കൂടുതലും. അവിടെ ഇവിടെ ഈ ബജറ്റ് വെച്ച് വളരെ ചെറിയ ബജറ്റിൽ ചെയ്ത പടമാണെന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യത്തില്ല. ഇങ്ങനെ ഇത് ഭയങ്കര ഒരു സ്ഥലത്തിന് ഒതുങ്ങി കിടക്കുന്ന തോന്നത്തില്ല. ഇങ്ങനെ കുറെ ഇങ്ങനെ കുറച്ച് ആൾക്കാരും പിള്ളേരും ഒക്കെ കുറച്ചുള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു നമുക്ക് തോന്നും ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അത്ര ആൾക്കാരില്ല, ഉണ്ടാവും ആ ഹോസ്റ്റലിന്റെ ലൈൻ. അതെ അതെ അങ്ങനെ തോന്നും നമുക്ക്, ആൾക്കാരുണ്ടല്ലോ എന്ന് തോന്നുന്നു. പിന്നെ സർപ്രൈസ് ആയിട്ട് ലാൽ ജോസ് ഉണ്ടല്ലേ. ഇത് സ്പോയിലർ ഇതാണ് പറഞ്ഞല്ലോ. മറ്റേ ഇത് നായികയും അത്യാവശ്യം ഡീസന്റ് പരിപാടിയാണ്. പുള്ളിക്കാരത്തി ഒരുപാടൊന്നും ചെയ്യാനില്ല. അതെ മറ്റേ പുള്ളിക്കാരി തന്നെ പറയുന്നല്ലോ ഞാനും വരും എന്ന് പറയുന്ന പോലെയാണ് പല സീനിനകത്തും ഉൾക്കൊള്ളുകയും ചെയ്യുന്നത്. അതെ അതെ അങ്ങനെ ഇവര് 3 പേരും തന്നെ മെയിൻ ആയിട്ട് ഇങ്ങനെ മെജോറിറ്റി സീനുകളും നിൽക്കല്ലേ. ഇത് എഴുതിയേക്കുന്ന ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് പടമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ ഇല്ലേ, എന്തിനാണ് ഈ അമ്മമ്മ വന്നതെന്ന് ചോദിച്ചാൽ അതിനൊരു റീസൺ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ റിസോൾവ് ആകുന്നത് ചുമ്മാ അങ്ങ് റിസോൾവ് ആയി. അത് പ്രത്യേകിച്ച് ആരും ഒന്നും ചെയ്തല്ല ഇത് സോൾവ് ആകുന്നത്. അങ്ങനത്തെ ഒരു പടമാണ്. അപ്പൊ ഇതിന്റെ റൈറ്റിംഗിൽ അത്രയും ലൈറ്റ് ആയിട്ട് വന്ന് വീണിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവർ സീരിയസ് ആവും.
ചില പോയിന്റുകൾ നല്ലപോലെ പണം സീരീസിലേക്ക് പോകുന്നുണ്ട്. അതെ അങ്ങനെയാണ്. പക്ഷെ പെട്ടെന്ന് തന്നെ അത് താഴെ ആവുന്നുണ്ട്. ഓവറോൾ എബോവ് എക്സ്പെക്ടേഷൻ ആട്ടോ എന്നെ സംബന്ധിച്ച്. എനിക്ക് ക്ലൈമാക്സ് ആയിരുന്നു പടത്തിൽ കുറെ കൂടി എന്താ എന്നെ പിടിച്ചെടുത്ത ക്ലൈമാക്സ് പോയിന്റ് ആയിരുന്നു. അവസാനത്തെ ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് ആ ഒരു പോയിന്റ് ആണ് കുറെ കൂടി നമ്മുടെ കുറച്ച് ചിരി എനിക്ക് തോന്നിയ സാധനം അവിടെ വന്ന സംഭവം അവിടെ. ഈ പടത്തിന്റെ ഡയറക്ടർ ഇതിനു മുമ്പ് പുള്ളിയുടെ 2ാം സിനിമ പുള്ളി ഇതിനു മുമ്പ് ചെയ്ത പടം നദികളിൽ സുന്ദരി യമുനയാണ്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ബജറ്റില് വളരെ ചെറിയ സെറ്റപ്പിൽ ചെയ്തൊരു പടം. ഇതിലും ഭയങ്കര ചെറിയ പടം. ഇത് ആക്ച്വലി ചെറിയ ബഡ്ജറ്റില് ഇതിന്റെ പാതി ബജറ്റ് ആയി കാണുന്നു മറ്റേ കാര്യം. കാരണം അതൊരു നാട്ടിൻപുറത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് അന്ന് ഈ ധ്യാൻ ശ്രീനിവാസന്റെ പടങ്ങൾ നിരത്തി പിടിച്ച് പൊട്ടിക്കൊണ്ട സമയത്ത് ഈ സിനിമ എനിക്ക് തോന്നുന്ന ഒരു ആശ്വാസമായിരുന്നു. ഇത് ഭയങ്കര ലിറ്റൊന്നും ആയില്ലെങ്കിലും ബെറ്റർ പടങ്ങളാണ് ഈ പടങ്ങൾ. ഇതൊരു ഒരു വാച്ചബിൾ ഫിലിമാണെന്ന്. അതിനകത്താണ് ഈ നായികയെ തുറക്കുന്നിട്ട് കാണിക്കാത്ത അങ്ങനത്തെ പരിപാടി. നായിക ഇന്റർവെല്ലാണ് നായികയെ റിവീൽ ചെയ്യുന്നത്. ഇന്റർവെൽ അല്ല, സെക്കൻഡ് ഹാഫിൽ. അത് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കൊച്ചു പടമാണ് അത്. ഭാഗ്യവശാൽ ഞാൻ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട്. ഭാഗ്യവശാൽ അതെ. അല്ല അന്ന് ഇങ്ങനെ ഇതുപോലെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചു എന്നാ ഒരു ദിവസം ചുമ്മാ വൈകുന്നേരം ഇറങ്ങിയപ്പോൾ ഏത് പടം അതെ നമ്മളതിങ്ങനെ കണ്ടപ്പോ പടമില്ലെന്നാണ് ക്രൂ കാണുന്നതിന് മുമ്പ് കാണും. സ്പെഷ്യൽ പ്രിവ്യൂസിനൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അവ നമ്മൾ പോയി ഇല്ല പുള്ളി ആ ഒരു ലൈനിൽ നിന്ന് പുള്ളി കുറച്ച് മാറിയെന്ന് തോന്നുന്നു. അല്ല വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ട് അത്രയും അങ്ങനെ ഒരുപാട് പടത്തിലൊന്നും അതെല്ലാത്തിനും മുമ്പ് ചെയ്ത് വെച്ച പടങ്ങളാണ് പലതും. അതെ ഈ ഉജ്ജലായിരുന്നു പുള്ളി റീഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ് കാണിച്ചത്. പേഴ്സണലി ഒരു ഓക്കെ പടമായി ആ വൺ ടൈം കഴിഞ്ഞു. പടം ബോറടിയൊന്നും ഇല്ല. തിയേറ്ററിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു എൻജോയ്മെന്റ് കാണാം. ആളും ബഹളം ഉണ്ടെങ്കിൽ കുറച്ച് രസകരമായ OTT വരുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇതിനകത്ത് ഇപ്പൊ എന്ത് ഇത്ര തമാശ. അല്ല ഈ തമാശപ്പടം എന്ന ലൈനിൽ പോയി കാണാതിരുന്നത്. അത് കുറച്ച് ലൗഡാണ് പടം. അപ്പൊ അത് അങ്ങനത്തെ പടം ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ, കുറച്ച് ലൗഡായിട്ടുള്ളവരാണ്. അപ്പൊ അങ്ങനെയല്ല ഇപ്പൊ രോമാഞ്ചം ഉൾപ്പെടെ OTT കാണുമ്പോൾ ഇതിനകത്ത് ഇപ്പൊ എന്താ തമാശ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അത് ഈ തമാശപ്പടം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല മോഡ് ഓഫ് തമാശകളാണ്. അപ്പൊ അത് ഇങ്ങനെ അതല്ലാതെ ഒരു ലൈറ്റ് പടം അങ്ങനെ കണ്ടാൽ ഓക്കെയാണ്. അപ്പോൾ സിനിമ കാണാത്തവർ തിയേറ്ററിൽ പോയി കണ്ടു നോക്കുക. ഒരു വൺ ടൈം വാച്ചബിൾ പടമാണ്. കുറച്ച് ചിരികളൊക്കെ അവിടെ ഇവിടെയും കിട്ടിയേക്കാം. അപ്പോൾ അത് കണ്ട് നിങ്ങൾ ആസ്വദിക്കുക. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം വന്ന് കമൻറ്റിൽ പറയൂ. നമ്മുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു നമ്പർ എന്താ പറയല്ലോ നിങ്ങൾ? 326. അതിൽ ഓടിച്ചുകൊണ്ട് ലാസ്റ്റ് വെച്ചിട്ട് പറയാറില്ല. ഇടയ്ക്കൊക്കെ പറയാറുണ്ട്. നിങ്ങളിടയ്ക്ക് ചുമ്മാ അടിച്ചു വിടുന്നില്ല സാധനം. ഇടയ്ക്കിടയ്ക്ക് എന്റെ അഭിപ്രായം കേട്ടായിരുന്നു. എന്റെ അഭിപ്രായം പറഞ്ഞത് അഭിപ്രായ സ്വാതന്ത്ര്യം ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നിന്റെ തലമുടി കൂടെ